ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കൂടെ എൻലൈറ്റിൻ്റെ ടോപ്പേഴ്സ് സ്റ്റോക്ക് സീരീസിൽ ഉള്ളത് 2024 സിവിൽ സർവീസ് പരീക്ഷയിൽ 711 റാങ്ക് നേടിയ മുഹമ്മദ് സൊലയാണ്. ഹായ് സൊല. ഹായ് സർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ്, ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് യു. താങ്ക്സ്. നമുക്ക് ഏതൊരു ടോപ്പേഴ്സ് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാ രീതിയിൽ വരും തലമുറയിലുള്ള ആസ്പിറൻസ് ആഗ്രഹിക്കുന്നത് ആ ടോപ്പറിനെ കുറിച്ചൊരു ജനറൽ ബ്രീഫ് ഇൻട്രഡക്ഷനാണ്. എനിക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും സൊലയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം കാണും. സൊല, ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സൊലാഹ് എന്നാണ്. ഞാൻ വൈക്കം താലൂക്കിലുള്ള തലയോലപ്പറമ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് NIT കാലിക്കറ്റിൽ നിന്ന് പഠിച്ചു. അതിനുശേഷം ഞാൻ ടീച്ച് ഫോർ ഇന്ത്യ ഫെലോ ആയിട്ട് 2 വർഷം ചെന്നൈയിലുണ്ടായിരുന്നു. പിന്നെയും ഒരു 3-4 വർഷം ഞാൻ പല രീതിയിലുള്ള ജോലികൾ എഡ് സെക്ടറിൽ തന്നെ ചെയ്തു. ഇവിടെ ഞാൻ പ്രിലിംസ് കം മെയിൻസ് സീരീസ് തൊട്ട് ഞാൻ എൻലൈറ്റിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഈ റിസൾട്ട് വരുന്നവരെ റിസൾട്ടിന് മുമ്പുള്ള 1-on-1 ഇൻ്റർവ്യൂ സെഷൻ എടുത്തതും അബുചെറിയാൻ സാറും മഹേഷ് സാറുമാണ്. പിന്നെ എൻ്റെ മെയിനായിട്ടുള്ള ഹോബീസ് എന്ന് പറയുന്നത് ഞാൻ വിപാസന മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് അതാണ് കൂടുതലും ഞാൻ UPSC പ്രിപ്പറേഷൻ അല്ലാതെ ചെയ്യുന്നൊരു കാര്യം. സൊല, ഇപ്പോൾ സൊലയുടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സൊല കുറച്ച് വർഷങ്ങൾ എഡ്ടെക് സെക്ടറിൽ, അതായത് ആദ്യമേ സൊല ടീച്ച് ഫോർ ഇന്ത്യയുടെ ഒരു ഫെല്ലോ ആയിട്ടും പിന്നെ പല എഡ്യൂക്കേഷൻ സെക്ടറിൽ കൺസൾട്ടൻ്റായിട്ടും വർക്ക് ചെയ്തെന്നാണ് സൊല നമ്മളോടുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ട്, അതായത് സാധാ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് സൊല എന്ത് പ്രചോദനത്തിലാണ് സിവിൽ സർവീസ്, എങ്ങനെയായിരുന്നു ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു പ്രിപ്പറേഷൻ ജേർണി, അല്ലെങ്കിൽ ഞാനൊരു സിവിൽ സർവൻ്റ് ആകണമെന്നുള്ളൊരു ആഗ്രഹം സൊലയ്ക്ക് എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ടീച്ച് ഫോർ ഇന്ത്യയുടെ ജോലി എന്ന് പറയുന്നത് ഞാനൊരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അത് അവർ ഗ്രൗണ്ട് ലെവലിൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടി ഉള്ളൊരു ഇനീഷ്യേറ്റീവാണ് ടീച്ച് ഫോർ ഇന്ത്യ. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ വെൽഫെയർ പ്രൊവൈഡർ എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ്. സോ ഒരു ടീച്ചറാകുമ്പോൾ നമുക്ക് സ്കൂൾ തലം മുതൽ അതിൻ്റെ മേലേക്കുള്ള എല്ലാ ലെവൽസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും. സോ അന്ന് എനിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായത്, ഒരു NGOയിലോ ഡെവലപ്മെൻറ്റ് സെക്ടറിലോ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും വലിയതായിട്ട് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക ഒരു നല്ല ബ്യൂറോക്രാറ്റ് ആയിട്ടാണ്. കാരണം ഒരു ബ്യൂറോക്രാറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് മേ ബി ചെന്നൈയിൽ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷണർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് 400 സ്കൂളാണ്. സോ അതൊരു വലിയ നമ്പറാണ്. സോ അന്നേരമാണ് ഞാൻ ഈ UPSC പ്രിപ്പറേഷൻ എന്നുള്ള പ്ലാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത്. പിന്നെ മുമ്പോട്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വായിച്ചു. പിന്നെ എൻ്റെ തന്നെ കോളേജ്, ഞാൻ NIT പഠിക്കുമ്പോൾ എൻ്റെ തന്നെ കോളേജ് സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന പലരും എൻലൈറ്റിൻ്റെ പഴയ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ വഴി ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ അന്വേഷിച്ചു വന്നു. അങ്ങനെയാണ് മഹേഷ് സാറിനെയും അബുചെറിയാൻ സാറിനെയും പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പം താങ്കളുടെ പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതും എൻലൈറ്റ് വഴിയാണ്. അപ്പം എനിക്ക് അടുത്ത് താങ്കളോട് ചോദിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താങ്കളുടെ ഹോബി, അതായത് മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഇടയായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത് താങ്കൾക്ക് വിപാസന യോഗേനോട് ഭയങ്കര ആഗ്രഹം, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന്. ഓൾറെഡി താങ്കളൊരു ഫിലോസഫി സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ഫിലോസഫി ആസ് എൻ ഓപ്ഷൻ എടുത്തുകൊണ്ടാണോ വിപാസനയിലേക്ക് താങ്കൾ വരാൻ കാരണം, അതോ വേറെ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടോ? ഈ ഫിലോസഫിയിൽ തന്നെ ബുദ്ധിസം എന്ന് പറയുന്ന ഫിലോസഫി എനിക്ക് ഭയങ്കര ആകർഷണീയമായിട്ട് തോന്നിയൊരു ഫിലോസഫിയാണ്. അത് കൺവെൻഷണൽ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു ഫിലോസഫി ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ബുദ്ധിസ്റ്റ് സ്കൂള് തന്നെയാണ്, പക്ഷേ അത് ബുദ്ധിസം ഇൻ പ്രാക്ടീസാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യം വായിക്കുന്നത് നമ്മുടെ ഫിലോസഫി ടെക്സ്റ്റ് തന്നെയാണ്. അതിനുശേഷം യുവൽ നോഹ ഹരാരിയുടെ 1-2 ബുക്കിൽ അയാൾ ഇതിനെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ പഠിച്ച കൺസെപ്റ്റ് തന്നെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആ വിപാസന മെഡിറ്റേഷന് വേണ്ടി ആയിട്ടൊരു 10 ദിവസം കണ്ടുപിടിച്ചത്. ആ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാനത് എൻ്റെ ഈ പറയുന്ന UPSC പ്രിപ്പറേഷൻ്റെ ഒരു ഹാഫ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഹാർഡ് വർക്കും അനദർ ഹാഫ് ഇസ് സ്ട്രെസ് മാനേജ്മെൻറ്റുമാണ്. അത് വളരെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ആ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം സൊല പറഞ്ഞിരിക്കുന്നത്, അതായത് UPSC ജേർണിയിലുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ്, അല്ലേ സൊല? അതെ. അപ്പം സ്ട്രെസ് എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. അത് മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ, അത് ലൈഫിൽ ഇതിപ്പം UPSC മാത്രമല്ല, നമ്മളൊരു റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ
ഫർദർ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ എൻറ്റയർ നമ്മുടെ കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രതിസന്ധികൾ ഫേസ് ചെയ്യുന്നതാണ്. അത് ഓവർകം ചെയ്യാൻ സ്വലയ്ക്ക് ഹെൽപ്ഫുള്ളായത് വിപാസനയാണ്. അതായത് അത് ആക്റ്റീവ്ലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പം ഇത് പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ ഏതൊരു പുതിയ സിവിൽ സർവീസ് ആസ്പിറൻ്റ് വന്നാലും അവരുടെ പ്രിപ്പറേഷനിൽ ഇങ്ങനത്തെ കുറേ ചലഞ്ചസ് വരും. സോ ഓരോ ആസ്പിറൻറ്റും കണ്ടുപിടിക്കണം അവരെങ്ങനെ അവരുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാറ്. ഇതല്ലേ ഇതിൽ നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നത്? അതെ, അത് വളരെ പ്രധാനമാണ്. കാരണം പലപ്പോഴും ആളുകൾ സ്ട്രെസ് വരുമ്പം ഒരുപാട് ഡിസ്ട്രാക്ഷൻസിലേക്കാണ് പോകുന്നത്. ചെയിൻ സ്മോക്കേഴ്സായി മാറുന്ന ഒരുപാട് ആസ്പിറൻസിനെ എനിക്കറിയാം. പിന്നെ ഡ്രഗ് അബ്യൂസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരുപാട് ഡിസ്ട്രാക്ഷനിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ അധികമാണ്. കാരണം നമ്മൾ ഒരു വർഷമാണ് ഈ 13 ലക്ഷം പേര് എഴുതുന്ന ഒരു പരീക്ഷയുടെ 1000 പേരുടെ ലിസ്റ്റ് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ആ ഒരു നമ്പർ തന്നെ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. എൻ്റെ വേറെ പല കൂട്ടുകാരും ചിലർ ഡാൻസ് കളിക്കുന്നവരുണ്ട്, ചിലർ ഒരുപാട് യാത്ര ചെയ്യുന്നവരുണ്ട്, ചിലർക്ക് ഒരുപാട് റിലീജിയസ് ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുമ്പം അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു ടോപ്പ് ഓഫ് സ്റ്റോക്ക് സീരീസ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക്, അതായത് ന്യൂ ആസ്പിറൻസിന് കൂടുതലും അറിയേണ്ടത് ഒരു ടോപ്പറിൻ്റെ സ്ട്രാറ്റജി ആയിരുന്നു. എങ്ങനെയായിരുന്നു അവരുടെ പ്രിപ്പറേഷൻ ജേർണി പോയത്? ഞാൻ ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ചോദിക്കുമ്പോൾ ഞാൻ ഡിസ്റ്റിങ്ക്റ്റ്, അതായത് പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നു. ഇൻ ജനറൽ സ്വലയുടെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? അതായത് വാട്ട് വാസ് ദി സ്ട്രാറ്റജി? അതായത് ചോദിക്കാൻ കാരണം നമ്മുടെ എക്സ്ക്ലൂസീവ്ലി ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്വലയുടെ ജേർണി എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പം നിങ്ങൾക്കും കൂടെ വരുന്ന ആസ്പിറൻസിനും കൂടെ ഒന്ന് പറയാമോ, എങ്ങനെയായിരുന്നു സ്വലയുടെ ജേർണി? ഞാനിവിടെ വന്ന് പ്രിലിംസിൻ്റെ മെറ്റീരിയലൊക്കെ എൻലൈറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഞാൻ ആ നോട്ടിനകത്ത് തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യും. അതായിരുന്നു പൊതുവേ ഞാൻ എൻ്റെ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. കറണ്ട് അഫയേഴ്സിന് ഞാൻ മാർക്കറ്റിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിപ്പെൻഡ് ചെയ്തില്ല. ന്യൂസ് പേപ്പറുകൾ റെഫർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ന്യൂസ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കുന്ന നോട്ട് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രമല്ല, ഇപ്പം മെയിൻസിൻ്റെ കീവേഡ്സും ഞാൻ വേറെ നോട്ട് ചെയ്ത് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ടെസ്റ്റ് സീരീസുകൾ എഴുതുമ്പോൾ പൊതുവേ ടെസ്റ്റ് സീരീസിനകത്ത് നിന്ന് കിട്ടുന്ന എക്സ്ട്രാ ഡാറ്റ ഞാൻ എൻ്റെ പ്രിലിംസിൻ്റെ ബുക്ക്ലെറ്റ്സിനകത്ത് തന്നെ ആഡ് ചെയ്ത് വെക്കും. സോ മഹേഷ് സാറിൻ്റെ ഹിസ്റ്ററി ബുക്ക് മഹേഷ് സാർ എഴുതിയതിൻ്റെ ഒരു ട്രിപ്പിൾ സൈസ് ഇപ്പോൾ എഴുതി ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ NCERT മെറ്റീരിയലുകൾ ഞാൻ NCERT ബുക്ക് എല്ലാം റെഫർ ചെയ്തിട്ടുണ്ട്. കാരണം UPSC അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് പ്രൊഫസേഴ്സാണ്. സോ അവർക്ക് അക്കാഡമിക് ലാംഗ്വേജ് വരണമെങ്കിൽ നമ്മൾ NCERT റെഫർ ചെയ്യണം. പിന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചില മെറ്റീരിയൽ ഞാൻ ചുമ്മാ റെഫർ ചെയ്യാൻ പോയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ എന്നറിയാം. അതാണ് എൻ്റെ പ്രിലിം സ്ട്രാറ്റജി. മെയിൻസിന് വേണ്ടി ഞാൻ ഈ പറയുന്ന പോലെ കറണ്ട് അഫയേഴ്സ് ഒരുപാട് ആക്റ്റീവ്ലി ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. എൻലൈറ്റിൻ്റെ തന്നെ മെയിൻസ് മെറ്റീരിയൽ ഞാൻ അതിനകത്തുനിന്ന് എൻ്റെ ബേസിക്സ് ഞാൻ ബിൽഡ് ചെയ്തു. അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഞാൻ കൺസോൾഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഡാറ്റ പോയിൻറ്റ്സ് ആയിട്ട്, കോഡ്സ് ആയിട്ട്, ടേബിൾസ് ആയിട്ട്, പിന്നെ ഡെഫിനിഷൻസ് ആയിട്ട്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടി ഉണ്ടാക്കി വെക്കുമായിരുന്നു. പ്രിലിംസിന് മുമ്പ് തന്നെ ഞാൻ എത്തിക്സും എസ്സേയും ഒരളവിന് വർക്ക് ചെയ്ത് വെച്ചു. എത്തിക്സ് ഒക്കെ ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ആൻസർ എഴുതി മഹേഷ് സാറിനെ കാണിക്കുമായിരുന്നു. എസ്സേയും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ അതിനൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് വെച്ചു. പിന്നെ ബിറ്റ്വീൻ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഞാൻ ഫിലോസഫി ഓപ്ഷണൽ ഫിലോസഫിയാണ്. സോ ഫിലോസഫി ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി ഞാൻ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു കുറേ സമയം. പിന്നെ ഞാൻ ഒരുപാട് ടെസ്റ്റ് സീരീസ് എഴുതി. ഈ മെയിൻസിന് മുമ്പ് ഞാനൊരു 30 FLT എങ്കിലും എഴുതിയിട്ടുണ്ട്. 14 essay എഴുതിയിട്ടുണ്ട്. കാരണം GSൻ്റെ മാർക്ക് വളരെ ഡിഫൈനിങ് ആണ് മെയിൻസ് ആകുമ്പോൾ. പിന്നെ എസ്സേ എല്ലാവർക്കും ഭയങ്കര മെർക്യൂറിയലായിട്ട് എയ്തർ യു വിൽ ഗെറ്റ് വെരി ലോ ഓർ യു വിൽ ഗെറ്റ് വെരി ഹൈ. സോ അതിന് എനിക്കൊരു ആവറേജ് സ്കോറിന് വേണ്ടി ഞാൻ ഒരു 14 essay എങ്കിലും എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ മെയിൻ സ്ട്രാറ്റജി. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തൊട്ടേ ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് എനിക്കൊരു പെർസ്പെക്റ്റീവ് ബിൽഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ മെയിൻസിന് വേണ്ടി ഉണ്ടാക്കിയ കറണ്ട് അഫയേഴ്സ് നോട്ടുകളും ഈ മെയിൻസിന് വേണ്ടി തന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് എഴുതി വെച്ചിരുന്ന ഈ കീവേഡ്സും ഒക്കെ ഞാൻ ഒന്ന് റിവൈസ് ചെയ്തു. പിന്നെ ഡാഫിന് മേലെ ഞാൻ കുറേ വർക്ക് ചെയ്തു. പിന്നെ ഇവിടെ 1-on-1 സെഷൻസ് ഞാൻ അബുചെറിയാൻ സാറും മഹേഷ് സാറുമായിട്ട് എടുക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ PCM സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവർക്ക് എന്നെ പേഴ്സണലി അറിയാം. സോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് മൈക്രോ ഡീറ്റെയിൽസിനെ ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് ചോദിക്കാൻ പറ്റുക. അതായത് എൻ്റെ ഡാഫിനകത്തുള്ള ഡീറ്റെയിൽസിനെയും അവർക്ക് കവർ ചെയ്യാൻ പറ്റും. അതല്ലാതെ കുറച്ചുകൂടി ഡീപ്പായിട്ടും പോകാൻ പറ്റും.
അങ്ങനെ അതുകൊണ്ട് ഞാൻ 1-on-1 സെഷൻസ് ഓൺലൈനായിട്ട് അബൂചെറിയാൻ സാറും മഹേഷ് സാറുമായിട്ട് എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ. ഈ ജേർണിയിലെ ഏറ്റവും എന്താ പറയുക ഹസിൽ ഫ്രീ ആയിട്ട് പോയത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. കാരണം അവിടെ നമ്മൾ അത്രയും കാലം അക്യുമുലേറ്റ് ചെയ്ത നോളജ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പം നമുക്ക് ഈ പാനൽ മോക്ക് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 1-on-1 ആണ്. കാരണം 1-on-1 മോക്ക് എടുക്കുമ്പോൾ നമ്മളെ അറിയാവുന്നവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുറച്ചുകൂടെ ഓതൻറ്റിസിറ്റി ഉണ്ടാവും. നമ്മുടെ വ്യക്തിത്വത്തെ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് എൻ്റെ ഓവറോൾ പ്രിപ്പറേഷൻ. ഓക്കെ സൊല, ഇതിൻ്റെ അകത്ത് സൊല ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്ത ടേം എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ടേമാണ്. അതായിരുന്നു ന്യൂസ് പേപ്പറിൽ നിന്ന് താങ്കൾ കണ്ടൻറ് എടുക്കുമായിരുന്നു, അത് ഡാറ്റയായിട്ട് യൂസ് ചെയ്തിട്ട് അത് താങ്കളുടെ നോട്ടിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു. ഏതൊരു സിവിൽ സർവീസ് ആസ്പിറൻറ്റിനോടും ഞാൻ പേഴ്സണലി ആസ് ആൻ ടീച്ചർ റിപ്പീറ്റഡ്ലി പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് റീഡിങ് ആൻഡ് മേക്കിംഗ് നോട്ട്സ്. മാർക്കറ്റിൽ ഇപ്പം പല കമ്പൈലേഷൻസിൻ്റെയും പിന്നിൽ പല സ്റ്റുഡൻസും പോകുന്നുണ്ട്. കമ്പൈലേഷൻസ് വിൽ ഹെൽപ്പ് യു ഇൻ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ്, അതേ പറയാവുള്ളൂ. അതായത് നമ്മൾ സ്വലയം പറഞ്ഞിട്ടുണ്ട്, സ്വല മെയിൻസിൻ്റെ മെറ്റീരിയൽ വേറെ സ്ഥപനങ്ങളുടെയും നോക്കിയിട്ടുണ്ട്. നോക്കാൻ കാരണം സ്വലയ്ക്ക് ഉള്ളൊരു പേടിയാണ്, അതായത് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടോ എന്ന്. ബട്ട് ബേസിക്കായിട്ടൊരു നോട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം. സോ ന്യൂസ് പേപ്പർ റീഡിങ് ഈസ് വെരി എസെൻഷ്യൽ. അപ്പം ആ ഒരു ന്യൂസ് പേപ്പർ റീഡിങ് എങ്ങനെയാണ് ആ ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്തത് സ്വല? ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്സും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാഷണലിസ്റ്റ് വേൾഡ് വ്യൂവിൽ നിന്നാണ്. സോ നമ്മൾ ഈ മെയിൻസ് ആൻസർ എഴുതുമ്പോൾ കൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വെക്കുന്ന പോയിന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ്, നമ്മുടെ വേൾഡ് വ്യൂ ആണ് നമ്മളതിൽ കൊടുക്കേണ്ടത്. അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള റീസൺസും സബ് പോയിൻറ്സും ഡാറ്റയും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്ന മെയിൻസിൻ്റെ മെറ്റീരിയലിലും കറണ്ട് അഫയേഴ്സിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആ പോയിൻ്റ്, ആ പെർസ്പെക്റ്റീവ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് ഈ ഹിന്ദു ന്യൂസ് പേപ്പറും ഇന്ത്യൻ എക്സ്പ്രസ്സും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജാണ്. നമ്മൾ സംസാരിക്കുന്ന ഭാഷ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിനോ ഇൻ്റർവ്യൂവിനോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇരിക്കുന്നവരെന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർമലായിട്ടുള്ള പ്രൊഫഷണലായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. സോ ഈ കണ്ടിന്യൂസ് ആയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമ്മൾ എഴുതുന്നതിൻ്റെ ക്വാളിറ്റി കൂടും, നമ്മുടെ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി കൂടും. സോ അത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അഗെയിൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ഒരു PYQ ഇല്ല. ഓരോരുത്തരോടും ഓരോ തരം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. സോ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ആൻസർ എപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷനിലാവണം, നമ്മുടെ വേൾഡ് വ്യൂവിനെ റിഫ്ലക്റ്റ് ചെയ്യണം, എന്നാൽ അതിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാനും സാധിക്കണം. സോ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മളെ കുറച്ചുകൂടെ സിന്തസൈസ് ചെയ്ത് ഒരു ബെറ്റർ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ സൊല, ഇപ്പോൾ ഇങ്ങനെ കുറേ നോട്ട് ഉണ്ടാക്കുമ്പോഴേ ഇതെല്ലാം നമ്മൾ റിവൈസ് ചെയ്യണം. അതെ അല്ലേ? ഇതെല്ലാം ഓർക്കാൻ ഭയങ്കര പാടായിരിക്കും. അതെ. അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കൾ ഇത് ഇൻ ബ്രീഫ് ഒരു ന്യൂ ആസ്പിറൻ്റ്, അതായത് ഇപ്പം 1 മാസം കൂടെ ഉള്ളൂ നമ്മുടെ പ്രിലിംസ് വരാൻ വേണ്ടി, അപ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ റിവിഷൻ സ്ട്രാറ്റജി ഇൻ ജനറൽ? ഈ മെയിൻസിന് ഞാൻ റിവൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻസിന് ഞാൻ ഉണ്ടാക്കിയ എല്ലാ കണ്ടൻറ്റും മെയിൻസിൻ്റെ മെറ്റീരിയൽ ഉൾപ്പെടെ അതിനകത്തുനിന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചു. അതായത് ഈ നീഷ ടോപ്പിക്കുകളും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ, വേൾഡ് ഹിസ്റ്ററി, ഇതിനൊക്കെ നമുക്ക് ടൈം ലൈൻ ഉണ്ടാക്കി വെക്കുക, ടൈം ലൈൻ വരച്ച് വെക്കുക. സോ ദാറ്റ് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എത്തിക്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കിട്ടാവുന്ന എല്ലാ ഡയഗ്രാംസും സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക. അതിനകത്ത് കിട്ടേണ്ട എല്ലാ ഡെഫിനിഷൻസും എവിടെയെങ്കിലും വേറെ മാറ്റി എഴുതുക. പിന്നെ ഈ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് ബുക്സും ബേസിക് ബുക്സും കറണ്ട് അഫയേഴ്സും ഒക്കെ അതിനകത്തുനിന്ന് ഡാറ്റ വേണം. കാരണം നമുക്ക് മെയിൻസിൻ്റെ ഒരു ആൻസർ കണ്ട എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും, പക്ഷേ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഡാറ്റ വേണം. പിന്നെ അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് വേണം. പിന്നെ അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ടേബിൾസ്, ഫ്ലോ ചാർട്ടൊക്കെ വേണം. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ എഴുതി വെച്ചു. പിന്നെ ഒരു എന്താ പറയുക ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള കോഡ്സ് വേണം. ഫേമസ് ആളുകൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള കോഡ്സ് വേണം. ഇത് 4 ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പ്രിലിംസിന് മുമ്പ് തന്നെ മെയിൻസിന് വേണ്ടിയുള്ളത് എഴുതി വെച്ചു. ഇത് മാത്രമാണ് ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു 3 മാസം. കാരണം എനിക്കിത് മാത്രം ആൻസറിൽ കിട്ടിയാൽ മതി. ബാക്കിയൊക്കെ ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം റിവൈസ് ചെയ്തിട്ടുണ്ട്. പ്രിലിംസിന് ഞാൻ എൻലൈറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്നുള്ള ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ കറണ്ട് അഫയേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. മാർക്കറ്റിൽ കിട്ടുന്ന ഫ്രീലി അവൈലബിൾ മെറ്റീരിയലിൻ്റെ കുഴപ്പം അതിനകത്ത് ആവശ്യമില്ലാത്ത കണ്ടൻറ്റും ആവശ്യമുള്ളതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ നിങ്ങൾ എൻലൈറ്റിലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന കറണ്ട് അഫയേഴ്സ്
ഇവിടുത്തെ മെറ്റീരിയലിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും കൊടുക്കുക. പക്ഷേ നിങ്ങളിപ്പോൾ PT365 വായിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും വേണ്ടി ഇറക്കുന്നതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം നിങ്ങൾ ഒന്നുകൂടെ വായിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു 80% നിങ്ങൾ പഠിച്ച കാര്യമായിരിക്കും. ആ ബാക്കി 20% വേണ്ടി നിങ്ങൾ 15 ദിവസം അത് കുത്തിയിരുന്ന് വായിക്കുന്നത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതുകൊണ്ട് പ്രിലിംസിന് ഞാൻ പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ, ഇപ്പോൾ എൻലൈറ്റ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ എൻലൈറ്റിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുക. ആ ഒരു പോയിന്റ് വളരെ റെലവൻ്റ് ആണ്. കാരണം സോഴ്സ് ഓപ്പൺ സോഴ്സാണ്. നമ്മുടെ സോഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കണം. മൾട്ടിപ്പിൾ റിവിഷനാണ് ഈ ഒരു പരീക്ഷയിൽ. ഫെയിലിയർ ആൻഡ് സക്സസ്സിൽ വളരെ തിൻ ലൈൻ സെപ്പറേഷനാണ്. അതിൽ റിവിഷൻ തന്നെയാണ് ഇതിനകത്ത് കീ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സൊലയുടെ പ്രിപ്പറേഷൻ ജേർണി നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മെയിൻസ് എഴുതിയതിന് ശേഷം സൊലയ്ക്ക് മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ മഹേഷ് സാറിനോട് കുറച്ച് ദിവസം മുമ്പേ റിസൾട്ട് വന്നപ്പോൾ മഹേഷ് സാർ എന്നോട് സംസാരിച്ചപ്പം സൊല ആ സമയത്ത് ഓപ്ഷൻ മാറ്റിയാലോ എന്ന് ആലോചിച്ചായിരുന്നു. അതായത് ഫിലോസഫി എനിക്ക് പറ്റുമോ, എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, മാറ്റണമെന്ന്. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം അടുത്തിടെ ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴും പല ആൾക്കാരുടെയും മനസ്സിൽ ഓപ്ഷൻസിൻ്റെ മാർക്ക് കുറഞ്ഞപ്പം നേരെ ഓപ്ഷൻ മാറ്റിയാലോ എന്നുള്ളൊരു ചിന്ത വന്നു. എങ്ങനെയാണ് സൊല ഈ ചിന്ത മാറ്റിയെടുത്തത്? ഫിലോസഫി 2023 മെയിൻസ് എഴുതിയപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് മെയിൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എവിടെയാണ് ഞാൻ വീക്കായതെന്നുള്ളത് അനലൈസ് ചെയ്യാൻ മാത്രമുള്ളൊരു ബെഞ്ച് മാർക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫിലോസഫിയെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ചത്. കാരണം ഫിലോസഫിയുടെ ടെസ്റ്റ് സീരീസ് ഞാൻ 2023 മെയിൻസിന് ഞാനത് പ്രിലിംസിൻ്റെയും മെയിൻസിനും ഇടയ്ക്കാണ് എഴുതി ശീലിച്ചത്. മഹേഷ് സാറിനെ ഞാൻ വിളിച്ചന്നേരം സാറിനോട് പറഞ്ഞു, ഞാൻ ഈ ഫിലോസഫി എന്നെ കൊണ്ട് പറ്റുന്ന, എനിക്ക് അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ സാറിനോട് ഞാൻ ചോദിച്ചു. പക്ഷേ സാറിൻ്റെ അടുത്ത് അന്നേരം വളരെ തറപ്പിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, നീ ഫിലോസഫി തന്നെ ഇരിക്കണം. അതിന് വലിയൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു പുതിയ ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ വേണം 3 മാസം, പിന്നെ അത് റീവൈസ് ചെയ്യാൻ വേണം പിന്നെ 2-3 മാസം. സോ 6 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതും ആ സോഷ്യോളജി ഓപ്ഷനിലാണ് ഇപ്പോൾ എടുക്കുന്നത്. മേ ബി ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ 6 മാസം കൊണ്ടുണ്ടാക്കി ഞാൻ എടുക്കുന്ന നോളജ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് അതേ ഓപ്ഷണലിൽ 2-3 മെയിൻസ് എഴുതിയ ആളുകളുമായിട്ടാണ്. സോ അവർക്ക് ഓൾറെഡി അതിനകത്തൊരു എഡ്ജ് ഉണ്ട്. 210 മാർക്ക് കിട്ടിയ അവർക്ക് അതിന് മേലേക്കാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാൻ 0യിൽ നിന്നാണ് വരുന്നത്. ഫിലോസഫി ഇപ്പോൾ എനിക്ക് മാർക്ക് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ എനിക്ക് അതിന് മേലേക്കുള്ളത് മാത്രം ആലോചിച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഫിലോസഫിക്ക് വലിയൊരു ഗുണമുണ്ട്. ഇത് ഞാൻ പലരോടും പറയുന്നതാണ്. ഫിലോസഫിയുടെ സിലബസ് വളരെ സ്മോളാണ്. എല്ലാ തിങ്കേഴ്സും ഓറോബിന്ദോ വരെ ഉള്ള തിങ്കേഴ്സേ ഉള്ളൂ. അതിനുശേഷം ഫിലോസഫേഴ്സ് ലോകത്തധികം ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരുപാട് പോർഷൻസാണ് നമ്മളതിൽ ഡീൽ ചെയ്യുന്നത്. പിന്നെ ബാക്കി സബ്ജക്റ്റുകൾക്ക് നമുക്കതൊരു പെർസ്പെക്റ്റീവ് വരും. എനിക്ക് ഈ വർഷം എത്തിക്സിന് നല്ലൊരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എത്തിക്സിന് ഞാൻ പലപ്പോഴും ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഫിലോസഫിക്കകത്ത് കിട്ടിയ കുറേ ഐഡിയാസാണ്. സോ ഫിലോസഫി ഞാൻ കണ്ടിന്യൂ ചെയ്തു. പിന്നെ 2023 മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് ഫിലോസഫിക്ക് മാർക്കുണ്ടായിരുന്നു. എനിക്ക് മാർക്ക് കുറഞ്ഞത് എസ്ഐക്കാണ്. എസ്ഐ ഞാൻ വിചാരിച്ച മാർക്ക് വന്നില്ല. എനിക്ക് കട്ട് ഓഫിന് കുറച്ച് താഴെയായിരുന്നു. പക്ഷേ ആ കട്ട് ഓഫിന് താഴെ പോകാൻ കാരണം എസ്ഐ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫിലോസഫി കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ, സോ ഇത് ഓപ്ഷന് മാർക്ക് ഈ തവണ കുറഞ്ഞ എല്ലാ ആൾക്കാരോടും കൂടെയുള്ള അഡ്വൈസാണ്. ഓപ്ഷൻ നമ്മൾ വളരെ ഹാർഡ് വർക്കോടെ കുറേ വർഷത്തെ അല്ലെങ്കിൽ മാസങ്ങളുടെ നമ്മുടെ എഫർട്ടിന് ശേഷം നമുക്ക് പ്രിപ്പറേഷൻ ജേർണിയിൽ വന്ന ഒരു ഔട്ട്കമാണ്. സോ മാർക്ക് ഒരു തവണ നോക്കി പേടിച്ച് മാറാതെ അതിലേക്ക് നമ്മൾ ഫർദർ എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ, അതായത് അത് ഒരു ലെവൽ വരെ നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓപ്ഷൻ മാറ്റുന്നത് അത്രയും നല്ലതല്ല. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ബിഫോർ വി വൈൻഡ് അപ്പ് ദിസ് ഷോർട്ട് സെഷൻ. താങ്കളുടെ ഡാഫ് ഞാൻ നോക്കിയപ്പം മെയിൻ സെൻറ്റർ ജയ്പൂറാന്ന് ഞാൻ കണ്ടു. താങ്കൾ ട്രിവാൻഡ്രത്ത്, കേരളത്തിൽ നിന്നല്ല പ്രിലിംസും മെയിൻസും എഴുതിയത്. താങ്കൾ പ്രിലിംസ് എഴുതിയത് നേരെ ചണ്ഡീഗഡിൽ പോയാണ് എഴുതിയത്. ബിക്കോസ് താങ്കളിപ്പം ഡൽഹി ബേസ്ഡ് ആയിട്ടാണ് പ്രിപ്പറേഷൻ ജേർണി മുമ്പോട്ട് പോകുന്നത്. ഇപ്പം അതിനകത്ത് ജയ്പൂരിൽ നിന്നാണ് മെയിൻസ് എഴുതിയെന്ന് കേട്ടു. ഞാനിത് പറയാൻ കാരണം ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ട്, സെൻറ്റർ മാറ്റി. അതിനകത്ത് എന്തെങ്കിലും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മിത്താണ്. അതായത് സെൻറ്റർ മാറ്റിക്കഴിഞ്ഞാൽ UPSCക്ക് മാർക്ക് ആ പേപ്പർ ചില ആളുകൾ ഡൽഹിയിൽ നിന്ന് ആസാമിലൊക്കെ പോയി ഗുവാഹത്തിയിലൊക്കെ പോയി എഴുതുന്നവരുണ്ട്. അവർ പറയുന്നത് സ്മോളർ ടൗണിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ജയ്പൂർ പോയതിൻ്റെ കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജയ്പൂർ ഇപ്രാവശ്യം പോയി മെയിൻസ് എഴുതാൻ. അതിന് 1-2 കാരണമുണ്ട്. ഡൽഹിയിൽ സെൻറ്റർ കിട്ടുക മിക്കപ്പോഴും സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലാണ്. 10, 23, 25 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. എന്തായാലും ഞാൻ പുറത്ത് താമസിക്കേണ്ടി വരും.
പിന്നെ ഡൽഹിയിൽ നല്ല രീതിക്ക് റഷ് ഉണ്ടാവും ആ സമയത്ത്. എല്ലാ സെൻറ്ററും ഓവർ ഓക്യുപ്പൈഡ് ആയിരിക്കും. ജയ്പൂരിൽ ഒറ്റ സെൻറ്ററേ ഉള്ളൂ, പിന്നെ ഒരു പുതിയ ടൗണാണ്. ഞാൻ പോയി കഴിയുമ്പം എനിക്ക് ആ ഒരു സ്ട്രെസ്സൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ഒരു വലിയ കാരണം. പിന്നെ ഈ മിത്ത് അതെന്താണെന്ന് വെച്ചാൽ, അത് മഹേഷ് സാർ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മഹേഷ് സാറിനോട് വിളിച്ചിട്ട് ആ വർഷം ഫിലോസഫിക്ക് മാർക്ക് എവിടേക്കാണ് കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ മഹേഷ് സാർ പറഞ്ഞു എല്ലാം സാറിൻ്റെ ടോപ്പേഴ്സ് 2-3 പേര് ജയ്പൂരിൽ നിന്നുണ്ടായിരുന്നു, പിന്നെ ഭോപ്പാലിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഭോപ്പാൽ നോക്കിയപ്പം അവിടെ ഒരു എത്താൻ വേണ്ടി തന്നെ എടുക്കും 3-4 ദിവസം. ആ 3-4 ദിവസം ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം റിവൈസ് ചെയ്യാം. ഞാൻ ജയ്പൂർ നോക്കിയപ്പോൾ 3 മണിക്കൂർ വന്നേ പോരുന്നു. അങ്ങനെ ഞാൻ ജയ്പൂർ പോയി എഴുതി. പക്ഷേ ജയ്പൂർ പോയതിൽ ഇത് വെറും സൂപ്പർസ്റ്റിഷനാണ്, ഞാനിതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ ജയ്പൂർ പോയതിൻ്റെ മെയിൻ റീസൺ ഈ പറയുന്ന പോലെ ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചണ്ഡീഗഡ് പോകുന്നതും ആ പ്രിലിംസിൻ്റെ സമയത്ത് ആ സെൻറ്ററിൽ എനിക്കൊരു പിക്നിക്കിന് പോകുന്ന ഫീൽ വേണം. ആ കോൺഫിഡൻസ് അന്നേരം നമുക്ക് ഒരുപാട് കൂടും. അതുകൊണ്ടാണ് ഞാൻ ചണ്ഡീഗഡും പോയി പ്രിലിംസ് കൊടുത്തത്. ഇതിലിങ്ങനെ വിശ്വസിക്കരുത്, ഇത് അങ്ങനെ ഒരു മിത്ത് മാത്രമാണ്. ഓക്കെ, ഞാനിത് പറയാം. ഈ ചോദ്യം ചോദിക്കാൻ കാരണം ജെന്യുവൻലി പല ആൾക്കാരും എന്താ പറയുന്നത്, ഈ ഫെബ്രുവരി മാസത്തിൽ എന്നോട് ചോദിച്ച ചോദ്യമാണ്, സെൻറ്റർ എവിടെ വെക്കണമെന്ന്. ഔട്ട്സൈഡ് കേരള പോകണോ, മെയിൻസിന് ഒരു ജെന്യുവൻലി വരുന്നതാണ്. കാരണം ഇപ്പോൾ ഈ പല ആൾക്കാരും ഏതൊക്കെ സെൻറ്ററിൽ നിന്നാണ് ആൾക്കാർ കയറിയ ഡീറ്റെയിലായിട്ട് അനാലിസിസ് നടത്തി വരുന്ന ആസ്പിറൻസ് ഉണ്ട്. അങ്ങനെയും സെൻറ്റർ മാറ്റുന്ന ആൾക്കാരുണ്ട്. അവരോടും കൂടെ ഉള്ള ഇൻ ജനറൽ സെൻറ്റർ മാറ്റി എന്തുകൊണ്ട് മാറി അതിനകത്തുള്ള മിത്ത് സൂപ്പർസ്റ്റിഷൻ സംസാരിച്ചിരിക്കുന്നതാണ് സോല എന്ന് പറയുന്നത്. സോല അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷത്തെ റിസൾട്ട് എല്ലാ വർഷവും നിങ്ങൾ റിസൾട്ട് എടുത്ത് നോക്കിയാലും മേജർ സിറ്റി സെൻറ്റേഴ്സിൽ നിന്ന് തന്നെയാണ് റിസൾട്ട് ഉള്ളത്. ഞാനന്ന് ജയ്പൂർ പോയത് സാറെന്ന് വിചാരിച്ചത് ഞാൻ ആ ഒരു മിത്താണ്. പക്ഷേ അത് അല്ല. അതിൻ്റെ മെയിൻ കോർ റീസൺ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വെറും മിത്താണ്. എനിക്ക് ഈ വർഷം ജയ്പൂർ പോയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് മെയിൻസ് ക്ലിയർ ചെയ്തു. എന്ന് വെച്ച് ജയ്പൂർ ആയതുകൊണ്ടല്ലത്, ആ പ്രിപ്പറേഷൻ കൊണ്ടാണ്. ഓക്കെ, സോ ഇറ്റ് വാസ് വെരി ലവ്ലി ടോക്കിംഗ് വിത്ത് യു സോല. ഓൺ ബിഹാഫ് ഓഫ് ടീം എൻലൈറ്റ്, താങ്കളുടെ ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റിക് ജേർണിയിൽ വളരെ സക്സസ് ആകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോല. താങ്ക് യു സോ മച്ച്.